ഒരു കലാകാരൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് പരിധിയുണ്ടോ? പ്രത്യേകിച്ചും അയാൾ തൻ്റെ കലാസൃഷ്ടിക്ക് അടിസ്ഥാനമായി യഥാർത്ഥ ജീവിതത്തിലെ സംഭവങ്ങളോ വ്യക്തികളെയോ ആണ് എടുക്കുന്നതെങ്കിൽ. സിനിമാ കമ്പം ഇന്ന് പരിശോധിക്കുന്നത് ഒരു കലാകാരൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പരിധി എത്ര എന്ന വിഷയമാണ്. ഹലോ, ഞാൻ PC ശശികുമാർ. എല്ലാവർക്കും എൻ്റെ സിനിമാ കമ്പം ചാനലിലേക്ക് സ്വാഗതം. യഥാർത്ഥ സംഭവങ്ങളും വ്യക്തികളുമെല്ലാം തന്നെ തങ്ങളുടെ രചനയുടെ ഭാഗമാകുക എന്നുള്ളത് ഒരു പുതുമയുള്ള കാര്യമൊന്നുമല്ല സാഹിത്യത്തിലും അതുപോലെ സിനിമയിലുമൊന്നും തന്നെ. വിശ്വപ്രസിദ്ധ ചിത്രകാരനും സ്കൾപ്റ്ററും അതുപോലെ കവിയുമായ മൈക്കൽ ആഞ്ചലോയെ പറ്റി വളരെ പ്രശസ്തമായ ഒരു നോവലുണ്ട്. 1961 ഇർവിൻ സ്റ്റോൺ എഴുതിയ ദ അഗണി ആൻഡ് എക്സ്റ്റസി എന്ന ആ നോവൽ 1965 അതേ പേരിൽ സിനിമയാക്കിയിട്ടുണ്ട്. മൈക്കൽ ആഞ്ചലോയുമായി അദ്ദേഹത്തിന്റെ ജീവിതവുമായി ഏറ്റവും അടുത്ത് കിടക്കുന്ന നോവൽ എന്ന രീതിയിലും സിനിമ എന്ന രീതിയിലും ഇത് വിശ്വപ്രസിദ്ധമാണ്. പിന്നീട് നമുക്കെല്ലാം പരിചയമുള്ള വിശ്വപ്രസിദ്ധമായ ഗാന്ധി എന്ന സിനിമ റിച്ചാർഡ് അറ്റൻബറോ സംവിധാനം ചെയ്ത ഈ സിനിമയ്ക്ക് ആധാരമാക്കിയെടുത്തത് ദി ബയോഗ്രഫി ഓഫ് ഗാന്ധി എന്ന ലൂയിസ് ഫിഷറുടെ പുസ്തകമാണ്. ഹോളിവുഡിലെ സുപ്രസിദ്ധ ആക്ട്രസായ മെർലിൻ മൺറോയുടെ ജീവിതത്തെ ആധാരമാക്കി നിർമ്മിച്ച ബ്ലോണ്ടി എന്ന സിനിമ അതേ പേരിലുള്ള ജോയ്സ് കാർലോട്ട്സ് എഴുതിയ പുസ്തകത്തെ ആധാരമാക്കി നിർമ്മിച്ചതാണ്. പിന്നീട് ഈ വർഷത്തെ ഓസ്കാർ അവാർഡുകൾ വാരിക്കൂട്ടിയ ക്രിസ്റ്റഫർ നോളന്റെ ഓപ്പൺഹൈമർ, അത് കായ് ബേർഡും മാർട്ടിൻ ഷെർവിനും എഴുതിയ ദി അമേരിക്കൻ പ്രോമിത്തീസ് എന്ന നോവലിന്റെ അഭിരാവിഷ്കാരമാണ്. ഞാനിതെല്ലാം ഇവിടെ പറയുന്നത് സാഹിത്യത്തിലെ ഒരുപാട് ബയോഫിക്ഷൻസ് സിനിമയിലേക്ക് ബയോപിക്കുകളായി മാറിയിട്ടുണ്ട്. നമ്മുടെ മലയാളത്തിലും സാഹിത്യത്തിലെ ഇങ്ങനെയുള്ള ജീവചരിത്രങ്ങൾ സിനിമകളാക്കി മാറ്റിയിട്ടുണ്ട്. മലയാളത്തിലെ രണ്ടാമത്തെ നിശബ്ദ സിനിമയായ മാർത്താണ്ഡവർമ്മ CV രാമൻപിള്ളയുടെ മാർത്താണ്ഡവർമ്മ എന്ന നോവലിന്റെ അഭിരാവിഷ്കാരമായിരുന്നു. MT വാസുദേവൻ നായരുടെ പഴശ്ശിരാജയും കമൽ സംവിധാനം ചെയ്ത ആമിയും സെല്ലുലോയിഡുമെല്ലാം തന്നെ യഥാർത്ഥ ജീവിതത്തിലെ വ്യക്തികളെ ആധാരമാക്കി നിർമ്മിച്ച സിനിമകളാണ്. ഞാൻ പറഞ്ഞു വരുന്നത് യഥാർത്ഥ ജീവിതത്തെ വ്യക്തികളെ ആധാരമാക്കി നിർമ്മിച്ച സിനിമകളും സാഹിത്യ രചനകളുമെല്ലാം തന്നെ പുതുമയുള്ളതൊന്നുമല്ല. ഒരുപാട് സൃഷ്ടികൾ ആ രീതിയിൽ വന്നിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നും ബെന്യാമിന്റെ ആടുജീവിതം എന്ന നോവലിനെയും ബ്ലെസ്സിയുടെ ആടുജീവിതം എന്ന സിനിമയെയും വ്യത്യസ്തമാക്കുന്നത് ഇതിലെ കേന്ദ്ര കഥാപാത്രം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിലെ കേന്ദ്ര കഥാപാത്രമായ നജീബ് അല്ലെങ്കിൽ ഷുക്കൂർ നമ്മുടെ ഇടയിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഒരു സാഹിത്യകാരന്റെ ഉത്തരവാദിത്വം പ്രാഥമികമായി ആരോടാണ് എന്നുള്ള ചോദ്യത്തിൽ ഇവിടെ വരുന്നു. ഒരു സാഹിത്യകാരന്റെ അല്ലെങ്കിൽ ഒരു ചലച്ചിത്രകാരന്റെ ഉത്തരവാദിത്വം വായനക്കാരനോട് അല്ലെങ്കിൽ കാണിയോട് മാത്രമല്ല എന്നുള്ളതാണ് സത്യം. ഒരു ചലച്ചിത്രകാരന് അല്ലെങ്കിൽ ഒരു നോവലിസ്റ്റിന് ചരിത്രത്തിന്റെ ഭാഗമായവരെയോ പുനഃസൃഷ്ടിക്കുമ്പോൾ തങ്ങളുടെ ഭാവനയെ ഒരു പരിധിവരെയൊക്കെ കയറൂരി വിടാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായേക്കാം. എന്നാൽ നമ്മുടെ ഇടയിൽ ഇപ്പോഴും ജീവിക്കുന്ന ഒരാളെ പറ്റി എഴുതുമ്പോൾ അല്ലെങ്കിൽ സിനിമ നിർമ്മിക്കുമ്പോൾ അങ്ങനെ യാഥാർത്ഥ്യങ്ങളെ കയറൂരി വിടാനുള്ള സ്വാതന്ത്ര്യം ഒരിക്കലും തന്നെ ഒരു ചലച്ചിത്രകാരനോ ഒരു നോവലിസ്റ്റിനോ ഇല്ല. അയാൾ എഴുതുന്ന ഓരോ വാക്കിനും അയാൾ ചിത്രീകരിക്കുന്ന ഓരോ ഫ്രെയിമിനും ആ കലാകാരൻ ഉത്തരവാദി തന്നെയാണ്. ഇത് തങ്ങളുടെ കേന്ദ്ര കഥാപാത്രത്തിന്റെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് ഓരോ നിമിഷവും അയാൾ ചിന്തിക്കേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ബെന്യാമിൻ തന്റെ കേന്ദ്ര കഥാപാത്രമായി ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇത് യഥാർത്ഥ സംഭവമാണെന്ന് വിവരിച്ചുകൊണ്ട് എഴുതിയ ആ നോവലിൽ നജീബിന്റെ പേരിൽ മൃഗരതി ആരോപിക്കുന്നത് അതൊരു ക്രൂരമായ സർഗാത്മക വിനോദമായി മാറുന്നത്. തന്റെ സാഹിത്യ സൃഷ്ടിയെ കൂടുതൽ ഭാവനാത്മകവും കാവ്യാത്മകവും മനഃശാസ്ത്രപരവും ഒക്കെ ആക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള ഒരു സാമൂഹ്യ തിന്മ അല്ലെങ്കിൽ സമൂഹം അംഗീകരിക്കാത്ത ഒരു കാര്യം അതിനെ ജീവിച്ചിരിക്കുന്ന കേന്ദ്ര കഥാപാത്രത്തിൽ ആരോപിച്ചു കൊണ്ടുവരിക എന്നുള്ളത് അയാളോട് ചെയ്യുന്ന അല്ലെങ്കിൽ നജീബിനോട് ചെയ്ത ഏറ്റവും വലിയ ഒരു സാഹിത്യ ക്രൂരതയായി നിലനിൽക്കും. ഒരു സാധാരണക്കാരനെ ഷുക്കൂറിന് തുടർന്നുള്ള ജീവിതത്തിൽ സമൂഹത്തിൽ നിന്ന് നേരിടേണ്ടി വരുന്ന ഭ്രഷ്ടും അപമാനവും എല്ലാം തന്നെ ഈ ഒരു കൂട്ടിച്ചേർക്കൽ കൊണ്ട് ഉണ്ടായതാണെന്ന് ചിന്തിക്കുമ്പോഴാണ് എത്രമാത്രം ക്രൂരമായ ഒരു സർഗാത്മക പ്രവർത്തനമാണ് തൻ്റെ നോവലിലൂടെ ബെന്യാമിൻ നടത്തിയെന്ന് നമുക്ക് മനസ്സിലാകും.
തൻ്റെ സാഹിത്യ രചനയിൽ കേന്ദ്ര കഥാപാത്രത്തിൻ്റെ പേരിൽ മൃഗരതി കൂട്ടിച്ചേർത്ത ബെന്യാമിൻ്റെ സാഹിത്യ സർഗാത്മകത അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യപ്പെടേണ്ട ഒന്നാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഇതിൽ വ്യത്യസ്ത അഭിപ്രായമുള്ളവരായിരിക്കാം, അവർക്ക് കമൻറ്റ് ചെയ്യാം. പിന്നെ മറക്കരുത്, സിനിമാ കമ്പം ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും എൻ്റെ നമസ്കാരം.